ഹൗസിൽ നിന്നും ശൈത്യ എവിക്റ്റായോ? ഹൗസിനുള്ളിലേക്ക് നമുക്ക് പോകാം. ബിന്നി രാവിലെ തന്നെ കാണുന്ന കാഴ്ച ശൈത്യ കിടന്നുറങ്ങുന്നതാണ്. തനിക്ക് കിട്ടിയ അവസരത്തിന്റെ മൂല്യം നന്നായി ബിന്നിക്ക് അറിയാവുന്നതുകൊണ്ട് ഉടനെ തന്നെ ഹൗസിനുള്ളിലോട്ട് പോയി ശരത്തിനെ വിവരം അറിയിക്കുകയാണ്. തനിക്ക് ചുറ്റും എന്താണ് നടക്കുന്നതെന്നറിയാതെ ശൈത്യ അപ്പോഴും കിടന്ന് നല്ല ഉറക്കത്തിലായിരുന്നു. ബിന്നി ഇക്കാര്യം ചെന്ന് ശരത്തിനോട് പറഞ്ഞ ഉടനെ തന്നെ ശരത്ത് ഹൗസിന് പുറത്തോട്ട് ഇറങ്ങി. ശരത്ത് മാത്രമല്ല, ശരത്തിന്റെ ഒപ്പം അക്ബറും കൂടെ ഉണ്ടായിരുന്നു. ശൈത്യ നല്ല ഉറക്കത്തിലാണോ എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി ആദ്യം അവർ ദൂരെ മാറി നിന്നാണ് ശൈത്യയെ നോക്കിയത്. നല്ല ഉറക്കത്തിലാണ് ശൈത്യ എന്ന് ഉറപ്പിച്ചതിനു ശേഷം മാത്രമാണ് ശൈത്യയുടെ അടുത്തേക്ക് അവർ മൂന്നുപേരും നടന്നു വന്നത്. കുറച്ചു നേരം അവർ മൂന്നുപേരും അവിടെ തന്നെ അങ്ങനെ നിൽക്കുന്നുണ്ട്. കാരണം എങ്ങാനും ഇനി ഇടയ്ക്ക് എഴുന്നേൽക്കുകയാണെങ്കിൽ അത് വളരെ നല്ലൊരു രീതിയിലായിരിക്കത്തില്ല അവസാനിക്കുക എന്നവർക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. എന്തായാലും ചുറ്റുപാടും ആരുമില്ല എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം അവർ മൂന്നുപേരും കൂടി ശൈത്യയെ എടുത്ത് ഗാർഡൻ ഏരിയയിൽ കൊടുത്തിരിക്കുന്ന റെഡ് സോണിൽ വെക്കുവാൻ തീരുമാനിച്ചു. അതിനായി മൂന്നുപേരും കൂടി ശൈത്യയെ കട്ടിലോടുകൂടെ പൊക്കി കുറച്ചു ദൂരം നീക്കുന്നുണ്ട്. രാവിലെ തന്നെ താൻ എവിക്റ്റ് ആവാൻ പോകുവാണ് എന്ന കാര്യം അറിയാതെ ശൈത്യ തൻ്റെ ഉറക്കത്തിൽ തന്നെയാണുള്ളത്. എന്നാൽ അപ്പാന് ശരത്തിനും കൂട്ടുകാർക്കും ഒട്ടും ഭാഗ്യമില്ലെന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ശൈത്യ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ തന്നെ എണീക്കുകയും അവർക്ക് റെഡ് സോണിലേക്ക് എത്താൻ സാധിക്കാതിരിക്കുകയും കാരണം എവിക്ഷനിൽ നിന്നും ശൈത്യ രക്ഷപ്പെടുകയാണ് ചെയ്തത്. എന്തായാലും വലിയൊരു പ്ലാൻ പൊളിഞ്ഞുപോയതിൻ്റെ എല്ലാ നിരാശയും അവർ മൂന്നുപേരുടെയും മുഖത്ത് നമുക്ക് കാണാവുന്നതാണ്. ശൈത്യക്ക് എന്തായാലും ഈ ഒരു നീക്കം ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ശൈത്യയുടെ മുഖത്തും പറയാതെ പറയുന്നുണ്ട്. എന്തായാലും പുകഞ്ഞുകൊള്ളി പുറത്ത് എന്ന ടാസ്ക് തീരാൻ ഇനി ഒരു ദിവസം കൂടിയുണ്ട്. ഇനിയും എന്തൊക്കെ കളികളായിരിക്കും ഇവിടെ കാണാൻ പോകുന്നതെന്ന് കണ്ടു തന്നെ അറിയാം. അപ്പാനി ശരത്തിൻ്റെയും കൂട്ടരുടെയും ഈ ഒരു നീക്കം കാരണം എന്തായാലും ശൈത്യ കുറച്ചും കൂടെ ആക്റ്റീവ് ആകും എന്നതിൽ വേറൊരു സംശയവുമില്ല. കാരണം നിലനിൽപ്പിൻ്റെ പ്രശ്നമല്ലേ ഇത്.